ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമ തിയേറ്ററിൽ കണ്ടു. ബ്രഹ്മാൻസ് എന്ന സിനിമയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, കലാഭൻ ഷാജോൺ, ഭരത് ബൊപ്പണ്ണ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അരുൺ ഡി ജോസാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അരുൺ ഡി ജോസിനെ കൂടാതെ രവീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ കൂടി ചേർന്നാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. ആഷിഖ് ഉസ്മാനാണ് ഈ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷം നോക്കുകയാണെങ്കിൽ പ്ലോട്ട് എന്താണെന്ന് ചോദിക്കാൽ, നമ്മുടെ നായകൻ മാത്യു തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബിൻഡോ എന്നാണ് പേര്. അപ്പോൾ അവരുടെ ബ്രദറിനെ കാണാതാവുകയാണ്. അപ്പോൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവരെല്ലാവരും കൂടി, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട്. അത് കണ്ടുപിടിക്കാൻ പറ്റിയോ, എന്തിനാണ്, ആരാണ് തട്ടിക്കൊണ്ടുപോയത്, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണോ, അല്ലെങ്കിൽ നാട് വിട്ടുപോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സംഭവമാണ്. റോഡ് മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. റോഡ് മൂവി എന്നും പറയാൻ പറ്റും, കുറച്ചൊക്കെ സംഭവമുണ്ട്. ആ ഒരു ഗണത്തിലൊക്കെ പെടുത്താവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കോമഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമ കാണാൻ പോയത്. പലരും പല അഭിപ്രായങ്ങളായിരുന്നു ഈ സിനിമയ്ക്ക് പറഞ്ഞിരുന്നത്. സിനിമ ഇറങ്ങിയ സമയത്ത് എന്തായാലും കാണാൻ പറ്റില്ല. 14-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഈ ഒരു സിനിമ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല, വലിയ സംഭവമായിട്ടൊന്നുമില്ല. എനിക്ക് മാത്യു തോമസിൻ്റെ പെർഫോമൻസ് ഇല്ല പോനോ ഒന്നും പറയണ്ട. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത മാത്യു തോമസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് സംഗീത് പ്രതാപ്, അമൽ ഡേവിസ് സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. അവരുടെ സംഗീത് പ്രതാപാണ് ഈ സിനിമ ഫസ്റ്റ് അവസാനം വരെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയെല്ലാവരും, മഹിമ നമ്പ്യാർ ആയിക്കോട്ടെ, എല്ലാ കലാഭൻ ഷാജോൺ ആയിക്കോട്ടെ, അർജുൻ അശോകൻ ആയിക്കോട്ടെ, എല്ലാവരും നല്ല കിട്ടിയ റോളുകൾ നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. പ്ലോട്ടും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. വലിയ ബോറടിപ്പില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതിൽ തീരെ ഭയങ്കര ഇറിറ്റേഷനായി തോന്നിയ മാത്യു തോമസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ക്യാമറ കാഴ്ചകളും ഒക്കെ നല്ല കളർഫുൾ ആയിരുന്നു സംഭവം എന്നുള്ളതാണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സംഭവം, അത്രയേ ഉള്ളൂ. വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരി മുന്നിൽ പോകുന്ന സിനിമ ബ്രഹ്മാൻസ് ആണെന്ന് തോന്നുന്നു. പൈങ്കിളിയൊക്കെ പല തിയേറ്ററിൽ വശമായിട്ടോയി പോയി. ഞാൻ അതും കാണണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എന്തായാലും കാണാൻ സാധിച്ചില്ല അല്ല, ഞാൻ പോകുന്നില്ല എന്ന് വെച്ചാണ്. ഇനിയിപ്പോൾ എന്തായാലും ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ കാണണം. ഈ സിനിമ ഈ ഡ്രാഗൺ തമിഴ് സിനിമ, അത് നാളെ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. ഒരു പ്രേമലു ഒക്കെ വേറെ ലെവല്, റൊമാൻറ്റിക് ആണ്. ഇതിൽ റൊമാൻസിന് പ്രാധാന്യം കുറവാണ്. ബാക്കിയുള്ള കുറേ സംഭവങ്ങളാണ് ഇവർ തമ്മിലുള്ള കുറേ ഡയലോഗുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടുള്ള കോൺവെർസേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സിനിമ, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. ചിലരൊക്കെ ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്, ചിലർ ആവറേജ് പറയുന്നുണ്ട്, ചിലർ പറ്റ ക്ഷീണമെന്ന് പറയുന്നുണ്ട്. ഈ പറ്റ ക്ഷീണമായിട്ട് തോന്നിയില്ല. ഒരു ജസ്റ്റ് വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും